ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഞാൻ കാവത്തുകാരൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളൊക്കെ ഉമ്മ വയ്ക്കുന്ന കറിയാണ് കേട്ടോ ഇത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതെന്താന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല. ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ കാവത്ത്. അപ്പം ഞാൻ അതിന് കറി വയ്ക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ അതിന് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പീസാക്കി കട്ട് ചെയ്യാം നമുക്ക്. ഇനി നമ്മളിതിന് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. നന്നായി കഴുകിയിട്ട് അതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അറിയുന്നവരും ഉണ്ടാവും കേട്ടോ, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. പിന്നെ ഇത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം ഒഴിച്ചിട്ട് മൂടി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കുന്നത് നന്നായി വെന്ത് കിട്ടാനാണ് കേട്ടോ. കാവത്ത് നന്നായി വേവണം, എന്നാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 4 വിസിലേക്ക് നമ്മുടെ കാവത്ത് നന്നായി വെന്തിട്ടുണ്ടാവും. കാവത്ത് വേവാൻ വെച്ചിട്ട് ഞാനിതാ കുറച്ച് മുരിങ്ങനിക്കൊന്ന് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ. മുരിങ്ങിട്ടിട്ടാണ് കേട്ടോ ഞാൻ കാവത്ത് വയ്ക്കുന്നത്. മുരിങ്ങനിക്ക് ഞാനിതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഊരിയെടുക്കണം. അപ്പോഴേക്കും ഇതാ കാവത്തൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങന ഞാനിതാ ഊരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മുറി തേങ്ങനെയൊക്കെ ചിരകി ഇതാ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങനെയൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ കാവത്തിനേക്കൊന്ന് നന്നായി ഉടച്ചെടുക്കുകയാണ്. കാവത്തിനൊക്കെ ഇതാ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. നല്ല കട്ടിയായിരിക്കും കേട്ടോ ഇത്. കുക്കറിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കാവത്ത് അടി പിടിക്കുള്ളൂ കേട്ടോ. കാവത്തൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. കറിയൊക്കെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ. ഇനി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതിന് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് താളിച്ചെടുക്കണം. അതിന് ഞാനിതാ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും ഉണക്കമുളകും കറുവേപ്പിൻ്റെ ഇലയും കടുകും ഒക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിനെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇതുണ്ടോ നല്ല കട്ടിയായിട്ടില്ലേ. ഇനി നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഇത് കഴിക്കാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ഇനി വരെ. എല്ലാ കൂട്ടുകാർക്കും ബൈ.